ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ബിഗ് വിഡ്ത്ത് ഹക്കോബ കാണാം. കഴിഞ്ഞ ദിവസം 44 ഇഞ്ച് വരുന്ന ഹക്കോബയുടെ വീഡിയോ ഇട്ടിരുന്നു. ഇത് 56, 58, 60 ഇഞ്ച് വരെ 62 ഇഞ്ചിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ചോദിച്ചാൽ മതി കേട്ടോ. ഇത് നല്ലൊരു പേസ്റ്റൽ ബ്ലൂ ആണ്, നല്ല ഭംഗിയുള്ള കളറാണ്, ഒരു റെയർ ആയിട്ടുള്ള കളറാണ്. റെയർ കളേഴ്സ് ഉണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. നല്ലൊരു ഫ്ലവർ പാറ്റേൺ ആണ് കേട്ടോ. ശരിക്കും നല്ലൊരു എംബ്രോയ്ഡറി ആണ്. അതിൻ്റെ ഉള്ളിൽ ആ ഹോളും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ക്ലോത്തിൻ്റെ പ്രത്യേകത. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വർക്കാണ് കേട്ടോ. ശരിക്കും ആ എംബ്രോയ്ഡറി എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ ഇത് കണ്ടോ, നിവർത്തിയിട്ടപ്പോൾ കളറൊന്ന് മങ്ങി. ഞാൻ ആദ്യം കാണിച്ച കളറാണ് കേട്ടോ, കറക്റ്റ് കളറാണത്. അപ്പോൾ ഇങ്ങനെ വരുന്നു, കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 58 ഇഞ്ച് വിഡ്ത്ത് വരുന്നുണ്ട് കേട്ടോ. 58 ഇഞ്ച് വിഡ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 ഇഞ്ചൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം പോവും. ബാക്കി 58 എന്ന് പറയുമ്പോൾ നമുക്കൊരു 55, 54 ഒക്കെ കിട്ടും വർക്കുള്ള പോർഷൻ. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു റൂബി പിങ്ക് ആണ് കേട്ടോ. ഇതാണ് അതിൻ്റെ വർക്ക് വരുന്നത്. ഇതും 58 ഇഞ്ച് വിഡ്ത്ത് വരുന്ന ഫാബ്രിക്കാണ്. അപ്പോൾ ഇങ്ങനെ വരുന്നു. ബിഗ് വിഡ്ത്ത് ആകുമ്പോൾ നമുക്ക് ഇതൊന്ന് നിവർത്താനൊക്കെ കുറച്ച് പാടാണ്. അപ്പോൾ കണ്ടോ, ഇത് നിവർത്തി വരുമ്പോൾ ഉള്ള ആ ഒരു വ്യൂ ഇങ്ങനെയാണ്. കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ വർക്ക് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ്. എല്ലാത്തിലും നല്ല ത്രെഡ് എംബ്രോയ്ഡറി ഉണ്ട്, ഹെവി ഹോൾസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയുള്ള ഡിസൈനും പാറ്റേണും ഒക്കെയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഇതൊരു പേസ്റ്റൽ ഗ്രീൻ ആണ്, ഒരു പീൽ ഗ്രീൻ കളറാണ് കേട്ടോ. പിസ്ത അല്ല കേട്ടോ, ഒരു പീൽ ഗ്രീൻ ആണ്. വീഡിയോയിൽ കാണിക്കുന്നത് സെയിം കളർ തന്നെയാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ വരുന്നു ഫാബ്രിക്ക്. ഓൾ ഓവർ വർക്ക് വരുന്ന ചെറിയ ചെറിയ ഹോൾസ് വരുന്ന ഫാബ്രിക്കാണ് കേട്ടോ. ഇതതിൻ്റെ കറക്റ്റ് കളറാണ് കേട്ടോ. ഇങ്ങനെയാണ് കളറ് വരുന്നത്. അടുത്ത കളറ് നല്ലൊരു പർപ്പിൾ കളറാണ് കേട്ടോ. പർപ്പിളാണോ ലാവൻഡറാണോ എന്ന് കറക്റ്റ് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ലാത്ത ടൈപ്പ് ഒരു കളറ്, നല്ലൊരു കളറാണ്. പർപ്പിൾ ഷെയ്ഡ് തന്നെയാണ്, വീഡിയോയിൽ കാണുന്ന സെയിം കളറ് തന്നെയാണ് കേട്ടോ. ഈ ഒരു കളറൊക്കെ ഭയങ്കര ഡിമാൻഡുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡ് കഴിഞ്ഞ ദിവസം വന്നിട്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. ഞാൻ വീഡിയോയിൽ ഇട്ടതായിരുന്നു. വേറൊരു പാറ്റേൺ ആയിരുന്നു അത് ഡിസൈൻ വരുന്നത്. ഇതിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത് വെച്ചിട്ട് നമുക്കിത് വിഡ്ത്ത് ബേസിൽ കുർത്തി അടിക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി കേട്ടോ. ഇതൊന്ന് നിവർത്തി കാണിച്ചു തരാം, അപ്പോൾ കറക്റ്റ് കാണാൻ പറ്റും. കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. കറക്റ്റ് വിഡ്ത്ത് അറിയാനായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. പല വിഡ്ത്ത് വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് എല്ലാം ഒരു 58, 56, 58, 60, 62 വരെ വിഡ്ത്ത് വരുന്നതുണ്ട്. ഇതിപ്പോൾ ഇതാ ഉള്ളിൽ ഞാൻ ആ ഒരു ക്ലോത്ത് വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. എല്ലാം റെയർ ആയിട്ടുള്ള ഒരു ഡിസൈനും റെയർ കളേഴ്സും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ടൊമാറ്റോ റെഡ് ആണ് കേട്ടോ. ഇത് നല്ലൊരു റെഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു റെഡാണ് കേട്ടോ. ഒരു റെയർ റെഡ് എന്ന് തന്നെ പറയാം. അപ്പോൾ അത് അങ്ങനെ വരുന്ന ഒരു കളറാണിതാ. കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു വ്യൂ വരുന്നത്. ഇതും എനിക്ക് തോന്നുന്നു വിഡ്ത്ത് ബേസ് തന്നെയാണ് ഭംഗി. ടോപ്പ് അടിക്കുമ്പോൾ ഭംഗി വിഡ്ത്ത് ബേസ് തന്നെയാണ് കൂടുതലും. ഇതുപോലെയുള്ള പാറ്റേൺസൊക്കെ വിഡ്ത്ത് ബേസിൽ അടിക്കുന്ന രീതിയിലാണ് അതിൻ്റെ പാറ്റേൺ വരാറ് കേട്ടോ. കാരണം നമ്മൾ വിഡ്ത്ത് അനുസരിച്ചാണ്. ഹെവി ക്ലോത്ത് ആകുമ്പോൾ അധികം ക്ലോത്ത് എടുക്കില്ല, അത്യാവശ്യമുള്ള ക്ലോത്ത് എല്ലാവരും എടുക്കുകയുള്ളൂ. കണ്ടോ, നല്ലൊരു റെഡ് കളറാണ് കേട്ടോ. ഡാർക്ക് റെഡൊന്നും അല്ല നമുക്ക് യൂസ് ചെയ്യുക. ഡാർക്ക് റെഡൊക്കെ ചിലർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സെയിം കളറാണ് കേട്ടോ വീഡിയോയിൽ കാണുന്ന. നെക്സ്റ്റ് വൺ വരുന്നത് ഇതൊരു ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ഓറഞ്ച് കളറാണ് കേട്ടോ. നല്ലൊരു പ്രത്യേക ഒരു കളറാണ്. അപ്പോൾ ഞാൻ റീസ്റ്റോക്ക് ചെയ്തെന്ന് പറഞ്ഞ ഒരു 2 ക്ലോത്തിലൊന്നിതാണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് എൻക്വയറി ഉണ്ടായിരുന്നവർക്കൊക്കെ കൊടുത്തിരുന്നു. പിന്നെ ബാലൻസ് ഉണ്ടായിരുന്നതാണ്. കുറച്ച് നാൾ കഴിഞ്ഞ് അത് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയത് കേട്ടോ. അതാ
കണ്ടോ, ഇങ്ങനെയാണ് വർക്ക്. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ, നല്ല രസമുള്ളൊരു വർക്കാണ്. ഈ കളറിൽ ഞാൻ വേറെ ഒരു ഡിസൈൻ കൊണ്ടുവരാൻ നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ, സെയിം ഡിസൈൻ തന്നെയാണ് കിട്ടിയത്. ഇത് വരുന്നത് ഓഫ് വൈറ്റ് കളർ കേട്ടോ. ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ഇത് നിവർത്തിയിട്ടിരിക്കുന്ന ആ ഒരു പാറ്റേൺ ആണ്. ഇതൊക്കെ നമുക്ക് വിഡ്ത്ത് ബേസിൽ തന്നെ കുർത്തിയടിക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി കേട്ടോ. അപ്പം അങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരുന്നതനുസരിച്ച് അങ്ങനെയാണ് ഭംഗി ഉണ്ടാവുക. കണ്ടോ, ഇതിൻ്റെ വിഡ്ത്ത് വരുന്നതും 56 ആണ് കേട്ടോ. 56 അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അപ്പം നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി കേട്ടോ, അപ്പം കറക്റ്റ് പറഞ്ഞു തരാം. ഇങ്ങനെ വരുന്നു. ബിഗ് വിഡ്ത്ത് ഹക്കോബയാണ്, നമ്മൾ അങ്ങനെയാണ് സാധാരണ പറയാറ്. പിന്നെ കറക്റ്റ് കസ്റ്റമർ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും. ഇതാണ് റീസ്റ്റോക്ക് ചെയ്ത വേറൊരു ഐറ്റം, ഡബിൾ കളർ വരുന്ന ഹക്കോബയാണ്. ഇത് 320 ആയിരുന്നു നമ്മുടെ റേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എല്ലാ ക്ലോത്തും 285 ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലോത്തും ഇനിയിപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ, ഒരു 10-15 മീറ്റർ എന്തോ ഉള്ളൂ. അപ്പോൾ ആ റേറ്റിന് തന്നെ ഞങ്ങൾ കൊടുത്തേക്കാമെന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്നു. ഡബിൾ കളറാണ്, അതൊരു ഗ്രീൻ കളറും ഓഫ് വൈറ്റ് കളറും കൂടെയാണ് കേട്ടോ വരുന്നത്. കണ്ടോ, നല്ലൊരു ഡിസൈനാണ്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബേബി പിങ്ക് ആണ് കേട്ടോ. ഇത് 60 ഇഞ്ച് വിഡ്ത്ത് വരുന്നുണ്ട്, സെയിം കളർ തന്നെയാണ്. കണ്ടോ, ഇതിൻ്റെ എംബ്രോയ്ഡറിയും അതുപോലെ കട്ട് വർക്കും ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. കുറച്ച് അകന്നകന്നാണ് കേട്ടോ, ലേശം ഒരു അകൽച്ചയുണ്ട്. ഓൾ ഓവർ ആണ്, എന്നാൽ തന്നെയും ഒരു ഗ്യാപ്പിട്ട് വരുന്ന ഡിസൈനാണ് കേട്ടോ. അതിനും വേറൊരു ഭംഗിയാണ് കേട്ടോ. നമുക്ക് ഇതിന് വേറൊരു കോൺട്രാസ്റ്റ് കളർ കൊടുക്കുവാണെങ്കിലും ഭംഗിയായിരിക്കും. ഒരു നേവി ബ്ലൂവോ അല്ലെങ്കിൽ പിങ്കിന് ചേരുന്ന നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ, ആഷ് കളറോ ഒക്കെ കൊടുത്താലും ഭംഗിയായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഡിസൈൻസ് വരുന്നത്. എല്ലാം ബിഗ് വിഡ്ത്ത് ഹക്കോബ 285 റുപ്പീസ് പെർ മീറ്റർ കേട്ടോ. വളരെ കുറഞ്ഞ റേറ്റാണ്, എവിടെയും കിട്ടില്ല കേട്ടോ ഇത്രയും നല്ല പ്രീമിയം ഹക്കോബ ഈ റേറ്റിന്. അപ്പോൾ അതുകൊണ്ട് ആരും മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ കളേഴ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. അപ്പോൾ എല്ലാവരും ക്ലോത്തൊക്കെ വാങ്ങുക, ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്